ശരിക്കും നല്ലൊരു ജമന്തി പൂ പോലെയൊക്കെ ഉണ്ട് അല്ലേ? ചെട്ടിപ്പൂ, ജമന്തി പൂ ഒക്കെ പറയാം. മഞ്ഞ ഡ്രസ്സൊക്കെ. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ? അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പിലാണ്. ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് എൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ മീറ്റ് ചെയ്തപ്പോ എൻ്റെ ഒരു വൈബിനനുസരിച്ച് കിട്ടിയത് അല്ലേ? ഞാൻ ഭയങ്കര സുന്ദരിക്ക് പൊട്ടുതൊടൽ അല്ലേ? അത് ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ അടുത്തൊരു സുന്ദരി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സുന്ദരി ഒറ്റ കുത്തനെ കുത്താൻ പാടുള്ളേ. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ അച്ഛനല്ല, ചേട്ടൻ്റെ അച്ഛൻ ശശിശങ്കർ. ഇപ്പം കുഞ്ഞിക്കൂനൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. കുഞ്ഞിക്കൂനൻ സെറ്റിലൊക്കെ പോയിട്ടുണ്ട്. കുഞ്ഞുകുഞ്ഞിന്റെ സെറ്റിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ വളരെ എഫോർട്ട് എടുത്തിട്ട് എത്രയോ അല്ലേ? പൊതുവെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫേസ് പോസ്റ്ററിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സഹതാപ അപ്രോച്ച് ആണ് ഫീൽ ചെയ്യാ. സത്യം. കുഞ്ഞിക്കൂനെ തന്നെ അത് ബ്രേക്ക് ചെയ്തൊരു സിനിമയാണ്. അതെ, കാണുന്നതിന് ചിരിയോ. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. വെറൈറ്റി മീഡിയയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഓണം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പിസോഡ് കുറച്ചുകൂടി സ്പെഷ്യൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് അടിപൊളിയായിട്ടുള്ള ആളുകളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവിടെ സുമതി വളമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. സക്സസ് സെലിബ്രേഷൻ ആണ്. നമുക്ക് സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യാം. ജിസ്ന, ഹലോ. ഹലോ. വിഷ്ണു, ശശിശങ്കർ. നമസ്കാരം. ശരിക്കും നല്ലൊരു ജമന്തി പൂ പോലെയൊക്കെ ഉണ്ട് അല്ലേ? ചെട്ടിപ്പൂ, ജമന്തി പൂ ഒക്കെ പറയാം. മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ടിരിക്കുന്നു. നമ്മൾക്കൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഓണത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങാം അല്ലേ? ശരിക്കും എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഒരു ഓണം? ഞങ്ങൾ യൂഷ്വലി വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ ഒരു മന പോലത്തെ ഒരു വീടുണ്ട് ഷൊർണൂർ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ടൈമാണ് ഓണം. ഈ ഒരു ഓണത്തിന് മാത്രമാണ് ഇപ്രാവശ്യം ഞാനും അമ്മയും ചേട്ടനും മാത്രമായിട്ട് ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ യൂഷ്വലി ആയിട്ടുള്ളൊരു ഓണം എല്ലാവരും ഫാമിലി ടുഗദർ ആയിട്ട് ആ വീട്ടിൽ പോയി ഓണം ആഘോഷിക്കുന്ന ഇതാണ്. എനിക്ക് തോന്നുന്നു ഈ ഓണം കുറച്ചുകൂടി ജിസ്നയ്ക്ക് സ്പെഷ്യൽ ആയിരിക്കും. കാരണം ഇപ്പൊ സുമതി വളവിലൊക്കെ ചെയ്തിട്ട് അല്ലേ, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടായിരിക്കും. ഓൾസോ അല്ല, സെയിം. ഞാനിപ്പോ സ്റ്റേ ചെയ്യുന്നത് എന്റെ തറവാട്ടിൽ തന്നെയാണ്. ഇവിടെ എറണാകുളത്ത് കോലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാങ്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ ഒപ്പമാണ് സ്റ്റേ ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടൈം ആകുമ്പോഴത്തേക്കും അമ്മാവനും അമ്മായും ചിറ്റമാരും എല്ലാവരും വന്ന് ഒത്തുചേർന്ന്, പിന്നെ രണ്ട് പട്ടികളും ഉണ്ട്, അവരെ വരെ നമ്മള് റെഡിയാക്കി ഓണം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക. ഡ്രസ്സൊന്നുമില്ല, മുല്ലപ്പൂക്കെ വെച്ചിട്ട് പട്ടിക്കുട്ടീനെ ഞാൻ അങ്ങനെ. ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര രസമുണ്ട് ശരിക്കും കാണാൻ. എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് വരുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. ഞാൻ എന്താ റിലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും ആളുകൾക്കൊക്കെ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ? അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പിലാണ്. ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പാണ്. ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് നല്ല നല്ല പ്രണയങ്ങൾ ഉടലെടുക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, അതും ഒരു ഫാക്ടറാണ്. പക്ഷെ ഇത് നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക്. ഞാൻ നീയാന്നാ വിളിക്കാറ്. അപ്പോ അവിടെ തിരിച്ചു വിളിക്കാം. ഞാൻ വിഷ്ണു ചേട്ടാ. പിന്നെ ഡയറക്ടർ സാർ, സാറിനല്ല സാർ. പിന്നെ എനിക്ക് എൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ മീറ്റ് ചെയ്തപ്പോ എൻ്റെ ഒരു വൈബിനനുസരിച്ച് കിട്ടിയത്. ഞാൻ ഭയങ്കര ആക്ച്വലി എനിക്കാണെങ്കിലും വിഷ്ണു ചേട്ടനാണെങ്കിലും അങ്ങനെ വലിയ സർക്കിളുള്ള ആൾക്കാരല്ല. ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പൊ കറക്റ്റ് ആ ഒരു ആളെ കിട്ടിയപ്പോ ഞങ്ങള് ഭയങ്കരമായിട്ട് വൈബ് ചെയ്തു. രണ്ടുപേർക്കും നല്ല സുഹൃത്തുക്കളും എല്ലാം ഉണ്ട്. പക്ഷെ എപ്പോഴും കീപ്പ് ഇൻ ടച്ച് എന്നുള്ള ഇതുവരെ പ്രണയത്തിലൊന്നുമല്ല. പക്ഷെ നാളെ ചിലപ്പോ എന്താന്ന് പറയാൻ പറ്റില്ല അല്ലേ? അത് ഞാനല്ല പറഞ്ഞ, അത് ഈ ചേച്ചിയാ പറഞ്ഞ. എനിക്ക്
കിട്ടിയൊന്നും പോരല്ലേ? ഈ ഫേസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ അങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ സുമതി വളവ് അല്ലേ, അതിൽ ഇപ്പൊ എനിക്ക് മാളികപ്പുറത്തിന് ശേഷം ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു മാളികപ്പുറം. അതിന് ശേഷമാണ് സുമതി വളവിൽ വരുന്നത്. എങ്ങനെയാണ് സുമതി വളവിന്റെ വിശേഷങ്ങളൊക്കെ? സുമതി വളവിന്റെ വിശേഷം ഇപ്പോൾ 5th വീക്കാണ് പടം എത്തിയിരിക്കുന്നത്. ഇപ്പോഴും തിയേറ്ററിൽ 5ാം വാരത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നമുക്ക് ഫസ്റ്റ് ഡേ കുറച്ച് ബാക്ക്ലാഷസ് ഒക്കെ വന്നെങ്കിലും ഫാമിലി ഓഡിയൻസിന്റെ ശക്തി എന്താന്ന് തെളിയിച്ചൊരു ഫിലിമാണ്. സോ അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓണം കളറായിട്ട് പോകുന്നു. എനിക്ക് തോന്നാറുണ്ട് ചേട്ടന്റെ പടങ്ങൾ അധികം വീട്ടിലെ അമ്മമാരാണ് സ്വീകരിക്കുന്നത്. ഈ പടവും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോറി ഇപ്പോഴത്തെ ഉള്ളൊരു ഓഡിയൻസിന് വേണ്ടിയിട്ടായിട്ടുള്ളൊരു കഥയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മൾ റീവർക്ക് ചെയ്തിട്ട്, കാരണം നമ്മുടെയൊക്കെ എൻ്റെ ആദ്യത്തെ പടം മാളികപ്പുറം ഏറ്റവും വലിയ വിജയമാകാനുള്ള കാരണം വീട്ടിലെ അമ്മമാരാണ്. അപ്പം അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പടം ആവണം എന്നൊരു വാശിയുണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ കുറേ പേര് പറഞ്ഞത് ഇതൊക്കെ പഴയ കാലത്തെ കഥ, പക്ഷേ ഈ പഴയ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ടിൽ ഡേറ്റ് എനിക്ക് ഇപ്പോഴും മെസ്സേജസ് വരുന്നുണ്ട്, അതും അമ്മമാരുടെ മെസ്സേജസ് ആണ്, മോനെ ഇതുപോലത്തെ പടം ഇനിയും ചെയ്യണം എന്നും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ജസ്റ്റിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള അല്ലേ? ബോയ്സ് ഫാൻസ് ആണ് കൂടുതലെന്ന് തോന്നുന്നു. മെസ്സേജും വരാറുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ജസ്റ്റ്? ആരാധകന്മാരൊക്കെ എങ്ങനെ ഏറ്റെടുത്തേ? കാരണം ഇത്രയും വലിയ കുട്ടിയായിട്ട് ഫസ്റ്റ് ചെയ്യുന്ന. അയ്യോ, ഞാൻ പറയട്ടെ, ഞാൻ ഒരു ദിവസം ഇവിടെ ഫാൻസിന്റെ പവർ ഞാൻ പറയാണ്. പടം ഇറങ്ങി സെക്കൻഡ് വീക്ക് ഞാൻ തിയേറ്റേഴ്സിൽ അത്യാവശ്യം നല്ല ബുക്കിംഗ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ യൂഷ്വലി എൻ്റെ ബൈക്കിലാണ് റോം ചെയ്യാറ്, കറങ്ങാറ്. അപ്പോൾ ഇതുപോലെ എറണാകുളത്തേക്ക് ഒരു ആവശ്യത്തിനായിട്ട് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരു സ്കൂട്ടറിൽ ഒരു കപ്പിൾസ് വന്നിട്ട് വട്ടം വെച്ചു. ഞാൻ ദൈവമേ, ഈ പടം ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും പറയാനായിട്ട് വരുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവര് നേരെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് വരുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും റോങ് സൈഡ് കയറിയോ അല്ലെങ്കിൽ പോണ വഴിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ആണോ, ഞാൻ ചെറിയതായിട്ടൊന്ന് പാനിക്കായി ഇങ്ങനെ നിൽക്കുകയാണ്. നേരെ ഇവർ വന്നിട്ട് വിഷ്ണു ശശിശങ്കർ അല്ലേ എന്ന് വെച്ചു. അപ്പോൾ അത് തന്നെ അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കണ്ടോ, ഫാമിലി ആയിട്ട് പോയ പടം അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയാണ് നമ്മൾ ജസ്നയുടെ ഫാൻസാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതല്ല വിഷയം. ഓക്കെ, ജസ്നയുടെ പോർഷൻ അടിപൊളിയായിരുന്നു കേട്ടോ പടത്തിൽ എന്ന് പറഞ്ഞു. പടം അടിപൊളിയെന്നല്ല പറയാം, ജസ്നയുടെ പോർഷൻ അടിപൊളിയായിരുന്നു. കുറച്ചും കൂടി നിങ്ങൾക്ക് കൊടുക്കായിരുന്നു, എന്തെങ്കിലും കുറച്ചുകൂടി സീൻസ് കൊടുക്കായിരുന്നു. അപ്പൊ അടുത്തതിൽ ശരിയാക്കാം, അടുത്തതിൽ സുമതി 2 ചെയ്യുന്നില്ലേ, അപ്പൊ അത് അങ്ങനെ ഒന്ന് ബാലൻസ്. പടം കൊള്ളായിരുന്നു, ഓക്കെ എന്ന് പറഞ്ഞു. അതായത് നമ്മളൊരു മെസ്സേജസും കോളിലും ഇങ്ങനെ സംസാരം വരാറുണ്ടെങ്കിലും എനിക്ക് ഇത് ആദ്യം കുറച്ച് സ്കെയറി ആയിട്ടും വണ്ടി വട്ടം വെച്ച് ഞാൻ ഇങ്ങനെ ആയി പോയി. ഇത് സംഭവം. വിഷ്ണു ചേട്ടാ, ഈ ഇൻസിഡന്റ് ഉണ്ടായ അപ്പൊ തന്നെ എന്നെ ഫോൺ വിളിച്ചിട്ട്, എടി നിന്റെ ഫാൻസ് നിന്നെ പോലെ എന്നെ സൈക്കോ ആണെടി അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി എത്രമാത്രം ഏറ്റവും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇവളുടെ ഫാൻസ് എന്ന് പറയുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്ര ആൾക്കാരുണ്ടെന്ന് ശരിക്കും ഞാൻ ഈ ഒരു സെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണ സത്യം പറഞ്ഞ സുമതി വളവ് ഇറങ്ങിയിട്ടാ ഞാനും സർപ്രൈസ്ഡ് ആയിരുന്നു. ഇത്രയും സപ്പോർട്ടേഴ്സും റെസ്പോൺസസും കിട്ടുന്ന ഞാനും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും ആ ഒരു ഷോക്കിലായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായോ, എനിക്കും ന്യൂ ആണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെയാ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പോഴാ? അഭിലാഷേട്ടൻ ത്രൂ ആയിട്ടാണ്. അഭിലാഷേട്ടനും ഇവരും ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടിങ് ആണ്. ഒരു ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അങ്ങനെ മാളികപ്പുറത്തിന്റെ മുന്നേ ഷൂട്ട് നടക്കുന്ന ഷൂട്ടിന് മുന്നേ ഒരു തവണ മീറ്റ് ചെയ്തു. പിന്നെ ഷൂട്ടിന്റെ സമയത്ത് 1-2 തവണ മീറ്റ് ചെയ്തു. പിന്നെ അല്ലാതെ ഓരോ ഇവന്റ്സ് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച്, അപ്പൊ പിന്നെ നമ്മൾ നല്ല നമ്മൾ അടിക്കുന്ന ചളികൾക്കെല്ലാം പിള്ളേച്ചിന് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ശരിക്കും അന്ന് ചിന്തിച്ചിരുന്നോ എന്തുകൊണ്ട് മാളികപ്പുറത്തിൽ എനിക്കൊരു സീൻ തന്നില്ല ചോദിക്കുകയും
പറ്റുമായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഞാനത് ചിന്തിക്കുന്നുണ്ട് കേട്ടോ, എവിടെയെങ്കിലും കൊള്ളിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതില് ഫീമെയിൽ കുറവാന്ന് തോന്നുന്നു അല്ലേ? ഒന്നും മെയിൻ സിനിമ എന്ന് പറയുന്നത് ശബരിമല ബേസ്ഡ് ആയിട്ടാണ് അവിടെ. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ അച്ഛനല്ല, ചേട്ടൻ്റെ അച്ഛൻ ശശിശങ്കർ. നമുക്ക് ശരിക്കും എന്റെ ചേട്ടാ, ചില ആളുകളൊക്കെ കുറെ ഒന്നും ചെയ്യണ്ട അല്ലെ, കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ അതിപ്പോഴും അങ്ങ് ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് ഏട്ടൻ്റെ അച്ഛൻ. ഇപ്പം കുഞ്ഞിക്കൂനൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം ആ പടം. അതുപോലെ തന്നെ മിസ്റ്റർ ബട്ട്ലർ, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മന്ത്രം ഇപ്പോഴും അതിന്റെ കട്ടൊക്കെ വൈറലാണ് ഇൻസ്റ്റയില്. ഇത് ആര് പാടോ, ഞാൻ പാടുന്ന കുറച്ചും കൂടി നല്ലതല്ലേ. അയ്യോ അതൊക്കെ ഒന്ന് കാണുമ്പോ ഇപ്പോഴും അച്ഛൻ എനിക്ക് നാരായണീയം അങ്ങനെ ഒരു നാരായൺ എന്ന് പറയുന്ന ഉർവശി ചേച്ചിയുടെ ഒക്കെ ഒരു പടം അല്ലെ, നാഷണൽ അവാർഡും വാങ്ങിച്ചു. അത് കുറച്ചൊരു സീരിയസ് ഒരു പടമാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ എങ്ങനെയായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ചേട്ടൻ ആ ഒരു ടൈമിൽ അച്ഛന്റെ കൂടെ ഈ ഒരു ഹിറ്റ് പടങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പോയിട്ടുണ്ട്. മിസ്റ്റർ ബട്ട്ലറിന്റെ ടൈം തൊട്ട് എനിക്ക് ഓർമ്മകളുണ്ട്. അതിന് മുമ്പ് പോയിട്ടുണ്ട് സെറ്റുകളിൽ. പക്ഷെ എൻ്റെ ഒരു ഓർമ്മ മിസ്റ്റർ ബട്ട്ലർ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ദിലീപേട്ടനൊക്കെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളുണ്ട്. സ്കൂൾ വിട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ ചെങ്ങമ്പുഴ പാർക്ക് എന്ന് പറഞ്ഞൊരു എറണാകുളത്തുള്ള ഇവിടെ ഉള്ള അപ്പോൾ അവിടെ സോങ് ഷൂട്ടൊക്കെ കാണാനായിട്ട് പോകുന്നതും അവരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതും എനിക്കൊരു ഫിലിം ഫാന്റസിയിൽ നിന്നും കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ഇതിലേക്ക് വരാനുള്ള ടൈം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തായിരുന്നു. അതായത് സിനിമയിൽ ഇത്രയും പണികൾ നടക്കുന്നുണ്ട് റിയാലിറ്റി വന്നത് മിസ്റ്റർ ബട്ട്ലറിന്റെ ടൈമിലായിരുന്നു. കാരണം നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഈ ഒരു 2.25 അല്ലെങ്കിൽ 2.5 മണിക്കൂർ പടത്തിന് ഇത്രയും ദിവസത്തെ എഫേർട്ടും പ്രഷേഴ്സും അതിന്റെ ഓരോ പ്രൊസീജിയേഴ്സ് മനസ്സിലായി തന്നത് ആ ഒരു ടൈമിലായിരുന്നു. ശരിക്കും ചേട്ടാ ആ ഒരു സമയത്തുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അതായത് നമ്മുടെ ഈ മിസ്റ്റർ ബട്ട്ലറിന്റെ ആയാലും കുഞ്ഞിക്കുഞ്ഞൻ സെറ്റിലൊക്കെ പോയിട്ടുണ്ട്. കുഞ്ഞിക്കുഞ്ഞന്റെ സെറ്റിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ വളരെ എഫോർട്ട് എടുത്തിട്ട് അല്ലേ? ഈ കുഞ്ഞിക്കൂനന്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് അച്ഛൻ ഒരു ഹാൻഡി ക്യാം റെന്റലായിട്ട് അന്ന് മേടിച്ചില്ല, റെന്റലായിട്ട് എടുത്തിട്ട് ആളുടെ ഒരു 1 മന്തോളം അത് വെച്ചിട്ട് പുള്ളി ഈ ഓരോ ബസ് സ്റ്റാൻഡ് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഈ പറഞ്ഞ പോലത്തുള്ള ആൾക്കാരെ തപ്പിപ്പിടിച്ച് അവരെ ഫോളോ ചെയ്ത് അതിൻ്റെ വീഡിയോസ്, അവരുടെ മാനറിസം, അവർ സംസാരിക്കുന്ന രീതി. എന്നാൽ അദ്ദേഹം അതിൽ നോട്ട് ചെയ്ത് നമ്മളിപ്പോൾ പൊതുവെ അങ്ങനെ ഒരു സാധനം കാണുമ്പോൾ അതിൻ്റെ ഒരു സഹതാപം അങ്ങനത്തെ ഉള്ളൊരു എലമെന്റ്സ് ആണല്ലോ പിടിക്കുന്നത്. പുള്ളി പക്ഷെ അവരുടെ ലൈഫ് എത്രമാത്രം പോസിറ്റീവായിട്ടും അവരുടെ പെർസ്പെക്റ്റീവ്സ്, അതായത് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് ഈ പറഞ്ഞ ഒരു. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്സ് വെച്ചിട്ടാണ് ഈ കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ ഇവർ ക്യാരക്ടർ സ്കെച്ച് ചെയ്തത്. അപ്പോൾ അത് ദിലീപേട്ടനോട് പറയുമ്പോൾ ദിലീപേട്ടൻ ആസ് എ എൻ്റർടൈനർ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ട്, കാരണം പൊതുവെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫേസ് പോസ്റ്ററിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സഹതാപ അപ്രോച്ചാണ് വരുന്നത്. സത്യം കുഞ്ഞിക്കൂനെ തന്നെ അത് ബ്രേക്ക് ചെയ്തൊരു സിനിമയാണ്. അതായത് ആ ക്യാരക്ടർ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തു. പിന്നീട് ദിലീപേട്ടൻ അതിൻ്റെ ഉള്ളൊരു സാഹചര്യം ഒരു എന്താ പറയുക അതിനുള്ളൊരു ചാൻസസ് നോക്കിയിട്ട് പിന്നെ ഒരുപാട് സിനിമ ചക്രമുത്താണേലും ചാന്തുവിട്ട് ഒരു വെർസറ്റാലിറ്റി കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഏറ്റെടുക്കുന്ന ഒരു നായകൻ കൂടിയാണ് ദിലീപേട്ടൻ. അതായത് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ എപ്പോഴും ഫോളോ ചെയ്യാനാണ് നമ്മുടെ ഓഡിയൻസിന് താല്പര്യം. അപ്പോൾ കുഞ്ഞിക്കുനാണെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ ഏറ്റവും ഫസ്റ്റ് ഫിലിം അങ്ങനെ വന്നത്. അപ്പോൾ ഭയങ്കര ഹിറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് സെറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ദിലീപേട്ടൻ്റെ നേരിട്ട്, അതായത് ഒരു ആക്ടർ എന്നുള്ളതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. കാരണം അതുവരെ ചില്ലായി കൂളായി നിൽക്കുന്ന മനുഷ്യൻ ആ ഷോർട്ട് സമയത്ത് ആ കുഞ്ഞനായിട്ട് മാറുന്ന ആ ഒരു ചേഞ്ച് എനിക്ക് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സായികുമാർ സാർ, എനിക്ക് അറിയില്ല, അച്ഛൻ എപ്പോഴും കളിയാക്കാറുണ്ട്. മറ്റേ പുള്ളി ആ ലുക്ക് ടെസ്റ്റ് ഒക്കെ വന്നിട്ട് ആ കൂട്ടത്തിലൊക്കെ നിന്നിട്ട് എന്നെ തുറച്ചു നോക്കിയിട്ട് ഞാൻ പേടിച്ചു പോയിരുന്നൊക്കെ അച്ഛൻ പറയാറുണ്ട് സത്യം പറയില്ല. അപ്പോൾ ഈവൻ സായി സാർ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ആ കൂട്ടത്തിൽ നിന്നതിന് ശേഷം എന്താ പറയാ ദിലീപേട്ടനാണ് വിളിച്ചിങ്ങനെ കാണിച്ചു നമ്മുടെ ഗുണ്ടേനെ ഏകദേശം ഇതുപോലെ ലുക്കാക്കിയല്ലോ. അപ്പൊ അച്ഛനാ കൊള്ളാമല്ലോ. പിന്നെയാണ് അല്ല ഇതാ വന്നല്ലേ
ഒരു തമാശയും കാര്യങ്ങളൊക്കെ നടത്തായിരുന്നു. നമുക്കിതൊരു ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു സെഗ്മെന്റ് വേണം, വേണ്ടേ? അപ്പോഴല്ലേ ഒരു കാണുമ്പോ ഒരു അല്ലേ ഒരു പഞ്ച് ഉണ്ടാവും. ഇംഗ്ലീഷൊക്കെ അതെ, അത് വേണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഗെയിംസ് ഉണ്ട്. വടംവലി. അപ്പൊ വടംവലിക്കാൻ ഇവിടെ പറ്റില്ല. അപ്പൊ പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടൽ അല്ലേ, അത് ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ അടുത്തൊരു സുന്ദരി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സുന്ദരിക്ക് ഓൾറെഡി എല്ലാം ഇട്ടിട്ടുണ്ട്. നോക്കാം, നമുക്ക് ആ സെഗ്മെന്റ് നമുക്ക് ചെയ്ത് നോക്കാം. സുന്ദരിക്ക് പൊട്ട് നമ്മൾ വരച്ചില്ല. ഇപ്പൊ ഇവിടെ ഒരു ഓൾറെഡി ഒരു സുന്ദരി ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ സുന്ദരിക്ക് തന്നെ ചേട്ടൻ പൊട്ട് തൊട്ടാൽ മതി. മനസ്സിലായോ? തൊട്ടെടുക്കുന്നു കറക്റ്റ് ജസ്റ്റിനേക്ക് ഇവിടെ തന്നെ തൊട്ട് കൊടുക്കണം. കണ്ണുകൊണ്ട് കണ്ണടക്കണം, കണ്ണടച്ചിട്ട് തൊടണം. കണ്ണടച്ചിട്ട് തൊടണം. നോക്കാം നമുക്ക്. പിന്നെന്താ, തീർച്ചയായും. ഓക്കെ. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ഒരു ജീവനുള്ള സുന്ദരിയെ കൊണ്ടിരുത്തുകയാണ് പൊട്ട് തൊടാൻ. ഓക്കെ, റെഡിയാണോ ഡയറക്ടർ സർ? ഡബിൾ റെഡി. എനിക്കൊരു 2 വാക്ക് പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇത്രയും ഫ്രഷ് ഗെയിം കൊണ്ടുവന്ന വെറൈറ്റി മീഡിയനോട് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അതെ, കണ്ണിലെങ്ങാനും കുത്തിയ എന്റെ കയ്യിൽ പൊട്ടുണ്ടോ? പൊട്ടുണ്ട്. ഏട്ടാ കുത്ത്. അല്ല, ഞാൻ പറയാ, നിങ്ങൾക്ക് വേറെ ഷൂട്ടൊന്നും ഇല്ല അടുത്തൊന്നും? ഒറ്റ കുത്തനെ കുത്താൻ പാടുള്ളേ. പെർഫെക്റ്റ് ആണ്, എനിക്കറിയാം. ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട് അല്ലേ? ബാക്കി ഇന്റർവ്യൂ നമുക്ക് ഇങ്ങനെ ഇനി എടുത്ത് ഞാൻ കരുതി കറക്റ്റ് ആയിട്ടൊക്കെ വരുന്നതാണെന്തോ. കണ്ണു തുറന്നാലും പൊട്ടുകുത്താൻ ഇച്ചിരി പാടാണ്. ആണല്ലേ? പരിചയം കുറവുണ്ടായിട്ടാ. ശീലമില്ല. സെറ്റായില്ലേ? സെറ്റായി. കൊള്ളാം. ഇത്തരം ഗെയിമുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ ഡെയിലി ഈ പൊട്ടായിട്ട് നടക്കാണ്. ഞാനൊരു വീഡിയോ കാണിക്കാം ജസ്റ്റിക്ക്. ഓക്കെ, ജസ്റ്റ് അതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പറയണം, അടിപൊളിയായിട്ടുള്ള. ഓക്കെ, അടിപൊളി. എടുക്കട്ടെ? എനിക്ക് തോന്നുന്നു ഒരുപാട് ഗേൾസിന്റെ ക്രഷാണ് പുള്ളി അല്ലേ? ആ ആളെയാണ് നമ്മളിങ്ങനെ ഇത്ര അടുത്ത് കണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ആളുടെ കൂടെ ഒരു പ്രൊമോഷൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, വേറൊരു മൂവിയുടെ. അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു 1 year ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ 2ാമത്തെ പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഡാൻസ് വീഡിയോ ആയിരുന്നു. അപ്പൊ ഇത് 2ാമത് കണ്ടപ്പോൾ ആള് ഇങ്ങനെ കണ്ടപ്പോൾ റെക്കഗ്നൈസ് ചെയ്തു. നമ്മൾ കൊച്ചിയിൽ അന്ന് കണ്ടതല്ലേ, മീറ്റ് ചെയ്തിട്ടില്ലേ മുന്നേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതാണ് ആക്ച്വലി ആ വീഡിയോയിലെ കോണ്ടെക്സ്റ്റ്. അപ്പൊ എന്തും പറയാനുണ്ടല്ലോ. അല്ല, പുള്ളി വീഡിയോ കാണുമ്പോ നീ മലയാളത്തിൽ കുറെ സംസാരിച്ചിട്ട് പുള്ളി അതെ എന്റെ കയ്യിൽ ഓഡിയോ ഉണ്ട്. അല്ല, ഞാൻ അതുകൊണ്ട് ഇത് പിന്നെ ഫുൾ സ്ലോ മോഷൻ അങ്ങനെ ഇതല്ലേ, എനിക്ക് ഇങ്ങനൊരു ഇതുപോലെ ചിന്തിക്കുന്ന ചിലരുണ്ടെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ സ്റ്റോറിയിൽ അതിന്റെ വിത്ത് ഓഡിയോ സാധനം കൂടെ പോസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാമായിരുന്നു ഇങ്ങനത്തെ ചിലവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഡബർ ബാൻഡ് ഒക്കെ എന്റെ സുഹൃത്താന്ന് മനസ്സിലാക്കണം, ഞാൻ അവർക്കും കൊടുക്കും. ഡബർ ബാൻഡ് എന്റെ സുഹൃത്താണ്, അതുകൊണ്ട് അല്ല. അപ്പൊ അത് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ആള് മീറ്റ് ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചപ്പോ ഞാന് പ്രൊമോഷന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മള് കൊച്ചിയില് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ദുൽഖർ ഡിക്യുവിന്റെ കൂടെ ഒരു പ്രൊമോഷൻ ആഡ് ചെയ്തു. ഇല്ല, വലിയ കളിയാ പുള്ളി അല്ലേ? അത് ആഡ്, അതിങ്ങനെ കോൺവെർസേഷനോ അങ്ങനെ ഇതൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ആളെ കാണുന്നതും അവിടെ മതിയല്ലോ. ആഡ് കഴിഞ്ഞ ഒരു ഫോട്ടോ എടുത്തതാ. അവിടെ ശരിക്കും പുള്ളിയൊക്കെ ഇങ്ങനെ സെറ്റിലൊക്കെ വരുമ്പോ സിമ്പിളാ, ഭയങ്കര സ്വീറ്റ്. ഓക്കെ, മോനെ പറ്റി ഇവിടെ ചോദിച്ച സ്ഥിതിക്ക് അച്ഛനെ പറ്റി ഞാൻ ചേട്ടനോട് ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു മാളികപ്പുറം എന്ന് പറഞ്ഞ മൂവിക്ക് പുള്ളി മമ്മൂക്ക വലിയൊരു അല്ലേ, മമ്മൂക്കിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു വഴി? ഞാൻ പബ്ലിക്കലി എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഏറ്റവും വലിയ മമ്മൂക്ക ഫാനാണ് ഞാൻ, ഏറ്റവും വലിയ മോഹൻലാൽ ഫാനാണ് ഈ ഇരിക്കുന്ന മുതൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച്
മാളികപ്പുറം എന്ന സിനിമയുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് മമ്മൂക്കയുടെ വോയിസിൽ വെച്ചിട്ട് ആ പടം സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അതിലും വലിയ ഭാഗ്യം ജീവിതത്തിൽ തന്നെ കിട്ടാനില്ല. എൻ്റെ ആദ്യ പടത്തിൽ മമ്മൂക്ക എന്നുള്ളൊരു ഫാക്ടർ, അയാളുടെ സാന്നിധ്യം, അത് ആസ് എ ഫാൻ ബോയ് ഞാൻ എന്താ പറയുക, ആളുടെ ഒരു പടം ചെയ്യും എന്തായാലും, പക്ഷെ എൻ്റെ ആദ്യത്തെ പടത്തിൽ ഈ ഒരു വലിയ മനുഷ്യൻ്റെ പ്രസൻസ് കിട്ടിയെന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും ടിൽ ഡേറ്റ് ഞാൻ അത് ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റാണ്. തീർച്ചയായും. അതെ, എനിക്ക് ഒരേ ഒരു വിഷമം, എനിക്കത് മമ്മൂക്ക വോയിസ് ചെയ്യണ സമയത്ത് എനിക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. കാരണം ഡബിങ് ബോക്സ് ആയിട്ട് ഞാൻ വേറെ സ്ഥലത്ത് ലോക്കായിരുന്നു. അപ്പോൾ പാരലി വേറൊരു സ്റ്റുഡിയോയിലായിരുന്നു അദ്ദേഹം അത് ഡബ് ചെയ്ത്. ബട്ട് സ്റ്റിൽ നമ്മുടെ എല്ലാം ഇപ്പോൾ ട്രെയിലർ ലോഞ്ച് ആണെങ്കിലും ശരി, നമ്മുടെ സക്സസിൻ്റെ പരിപാടിയാണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വന്നു, അദ്ദേഹം നേരിട്ട് വന്നു, വിളിക്കുകയും ചെയ്തു. അപ്പോൾ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്തല്ലേ ഈ കുട്ടികളെയൊക്കെ വിളിച്ച് രസമായിരുന്നു. പീയൂഷ് നല്ല മോനാ, കല്ലുവതെ. പിന്നെ രണ്ടുപേരും നമ്മുടെ ഏറ്റവും ലക്കി ചാമാണ് എന്നെ സംബന്ധിച്ച്. ശരിക്കും ഫസ്റ്റിലെ പടം തന്നെ ഏട്ടാ കയറി 100 കോടിയിലൊക്കെ കൊളുത്തുന്ന സമയത്ത് ശരിക്കും ആസ് എ ഡയറക്ടർ എന്റെ ഫസ്റ്റ് മൂവിയാണ്. ആ ഒരു ടൈം ശരിക്കും എക്സ്പെക്ട് ചെയ്തത് എനിക്കൊന്ന് ഫസ്റ്റ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് വരുന്നത്. നമുക്ക് കോടികളുടെ കണക്ക് എനിക്കിപ്പോഴും അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അറിയത്തില്ല. പക്ഷെ നല്ലൊരു വിജയമായി എന്നുള്ളത് ഞാൻ സെലിബ്രേറ്റ് ചെയ്തൊരു ഇതാണ്. ഈ പടം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതൊരു വിജയ ചിത്രമാവും എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും, ടീമിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഒരു സെൻസേഷണൽ ഹിറ്റ് ആവും എന്നുള്ളത് നമ്മൾ കൊറോണയ്ക്ക് ശേഷം ഹിറ്റ് അടിക്കുന്ന ഫസ്റ്റ് മൂവിയാണ്. ഈ പടമായിട്ട് നമ്മൾ ഏകദേശം കുറേ വർഷങ്ങൾ ട്രാവൽ ചെയ്തും ഇതിന്റെ കുറെ നെഗറ്റീവ് സൈഡും നമ്മൾ ഒരുപാട് കേട്ട് നമുക്ക് കുറച്ച് പേടി, അതെ, ടുവേർഡ്സ് റിലീസ് ആയപ്പോഴും നമുക്ക് അടിച്ചായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടമ്മമാർ ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് സീൻ മൊത്തം മാറിയത്. ഈ ഓണം സ്പെഷ്യൽ എന്താണെന്നറിയോ, നമ്മൾ ഓണത്തെ സംബന്ധിച്ച ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെ, ഓണം പാട്ട് പാടുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഓണം പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? എനിക്കറിയില്ല, എന്തെങ്കിലും എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാവുന്ന പാട്ട് പാടി ഓണം വരുമ്പോ പാടിയ പാട്ടാണോ? അതേത് പാട്ടാ? അതേത് പാട്ടായിരുന്നു? ഒരു പരസ്യത്തിന്റെ പാട്ടാ. നിങ്ങൾക്ക് മറ്റേ ഇതൊക്കെ ഉള്ളതല്ലേ കോപ്പി റൈറ്റ്സ് ഒക്കെ പാടുന്നില്ല അതല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു ഓണം സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഓണം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാ. ഞാൻ റെഡി ആയിട്ടിരുന്നോ? ഞാൻ റാപ്പിഡ് എന്ത് വേണേ പേര് പറയായിട്ടാണ്. ഓണം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഓണം റിലേറ്റഡ് പെട്ടെന്ന് പറയണം. ഓക്കെ, ഇത് കുറച്ച് ഇതല്ല കേട്ടോ, കുസൃതി ചോദ്യമല്ല. നമ്മൾ സാധാരണ കുസൃതി ചോദ്യമാണ് ചോദിക്കാറ്. അപ്പൊ ഈ ഓണത്തിന്റെ കുസൃതി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉത്തരം നമുക്ക് കിട്ടണം. ചാൻസ് ഉണ്ട്. GK ക്വസ്റ്റ്യൻസ് ആട്ടോ. ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, രണ്ടുപേർക്കും ഒരുമിച്ചല്ലേ ക്വസ്റ്റ്യൻ? ആര് പറയുന്നു? അല്ല, ആദ്യം ഞാൻ ഒരാളോട് ചോദിക്കാം, ആൾക്ക് അറിയില്ലെങ്കിൽ ഇയാള്. ഓക്കെ, എന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാട്ടോ. ഓക്കെ, പൂക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂക്കളിൽ ഒന്നിന്റെ പേര് പറയാം. വെരി ഗുഡ്. ഇത് പെട്ടെന്ന് അങ്ങനെ പഠിച്ചിട്ട് വന്നേ. എനിക്ക് ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമില്ല. വിഷ്ണു. ഓക്കെ, ഇനി അടുത്തത്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? നിങ്ങൾ പറയാൻ വേണ്ടാതിരിക്കാൻ പറ്റില്ല ഇവിടെ. മഹാബലിയുടെ യഥാർത്ഥ പേര് മഹാബലി എന്നല്ലേ? ഒരു ഒറിജിനൽ പേരുണ്ട്. നീ മാവേലിയാണ്. പറയൂ, ആലോചിച്ച് പറയൂ. മാവേലി അല്ല, എനിക്കറിയില്ല. മഹാബലിയുടെ ഒരു യഥാർത്ഥ പേര് ഏകദേശം ആ പേരായിട്ട് തുടങ്ങുന്ന ഒരു ആക്ടർ ഉണ്ട് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. മഹേന്ദ്ര ബാഹുബലിയ. മലയാളത്തില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള്, ഭയങ്കര ഇഷ്ടപ്പെടുന്ന, വളരെ ഒരു ഡൗൺ എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എല്ലാവർക്കും പുള്ളിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു രണ്ടുപേര് പറഞ്ഞു നമ്മുടെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ. പുള്ളി പ്രത്യേകിച്ച് ഒരു പാവം മനുഷ്യൻ. കറക്റ്റ്, അതില് പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ദ്രൻസേട്ട്. ആ പുള്ളിയുടെ ഒരു പേരിലാണ് ഇന്ദ്രബലിയാണോ?
ഇന്ദ്രധനുഷ്, ഇന്ദ്രസേനൻ, ഇന്ദ്രചൂടൻ, ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ വീണ്ടും score. ഓക്കെ, അത് പുതിയ അറിവാണ്. താങ്ക് യു റൈറ്റ് മീഡിയ. എനിക്ക് അറിയില്ലായിരുന്നു. ആയിരിക്കും അല്ലേ എടാ? ഇന്ദ്രസേനൻ. ആ. ഇന്ദ്രസേനൻ എന്നാണ് മഹാബലിയുടെ ശരിക്കുള്ള പേര്. ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ. ആ ഓ നൈസ്. ഇനി അടുത്തത്, ഓണക്കാലത്ത് നടത്തിയ പ്രശസ്തമായ വള്ളംകളി മത്സരം. ഒരു ഓണക്കാലത്ത് വളരെ പ്രശസ്തമായ ജവഹർലാൽ നെഹ്റു വള്ളംകളിയാണ്. അല്ല. അല്ല, ആറന്മുള വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. സംഭവം അതല്ലേ? ഒരു point ആണ് എടുത്തത്. ആറാന്ന് നിങ്ങൾ ഉദ്ദേശിച്ച ആറാട്ടണം എന്നിട്ടാണോ പറയാൻ? അല്ലല്ല, എന്തോ ആറാട്ടുപുഴ വള്ളസദ്യ ഒക്കെ ഉണ്ടാവില്ലേ? ആറാട്ടുപുഴ വള്ളംകളി എന്ന് പറഞ്ഞൊരു, എനിക്ക് പറഞ്ഞില്ലേ ജനറൽ കേട്ടോ, ചെടിയാരി ഞാൻ ഇപ്പൊ തീർന്നേ. എന്നാലും ഒപ്പിച്ച് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഈ വള്ളംകളി നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അതെ, ഞാൻ നമ്മുടെ അഭിലാഷേട്ടനും ഞാനും അതിഥി രവി എല്ലാരും കൂടി ചേർന്ന് നമ്മള് പോയി നേരിട്ട് കണ്ടു. അടിപൊളി പരിപാടിയാണ്. ആണല്ലേ? ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇത്തവണ മറ്റേ പരിപാടിക്ക് ഉണ്ടാവും, മറ്റേ മുമ്പിൽ. ഈ പ്രാവശ്യം പോണം. ആയോ? അത് ആക്ച്വലി ഇല്ല, കഴിഞ്ഞിട്ടില്ല. അത് എനിക്കറിയില്ല. ഓണം കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവും? ഓണം കഴിഞ്ഞിട്ടാണ്. അതല്ലേ അല്ലേ? ആയിരിക്കും. ഈ പ്രാവശ്യം എന്തായാലും ജസ്റ്റിനെ കൂടി കൊണ്ടുപോകും. വെള്ളംകളി സദ്യ എന്ന് പറഞ്ഞ വള്ളസദ്യ എനിക്കറിയാം, അതിനെ കുറിച്ച് അറിയാം, പക്ഷെ ഞാൻ പോയിട്ടില്ല. നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ആ സദ്യ കഴിക്കുന്ന പരിപാടി നല്ല രസമാണ്. ഈ പാട്ടൊക്കെ പാടി ഓരോ വിഭവവും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സദ്യ ഹേറ്റർ ആണ് കേട്ടോ വിഷ്ണു ചേട്ടൻ. അയ്യോ, സദ്യ ഇഷ്ടല്ലേ? ഇല്ല, എന്താന്നറിയാം, എനിക്ക് ഓണാണേലും ഇതൊക്കെ ആണേലും ഒരു ബിരിയാണിയൊക്കെ കിട്ടിയ അതാണ് ഇഷ്ടം അല്ലെ? ഞങ്ങളുടെ സൈഡിലേക്കൊക്കെ എപ്പോഴും ഒരു നോണുകൂടി ഉണ്ടാവും. കോഴിക്കോടാന്ന് പറഞ്ഞപ്പോ തന്നെ, നിങ്ങൾ കോഴിക്കോടാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ എന്റെ മൈൻഡിൽ മറ്റേ കോഴിക്കോട് ബിരിയാണി, നമ്മുടെ പാരഗനും റഹ്മത്തൊക്കെ ഇങ്ങനെ അറിഞ്ഞു പോയി അല്ലേ? അല്ല, ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അതിപ്പോ നമ്മുടേതല്ല, എല്ലാവരും കേട്ടോ, ഓണം വിഷു ഒക്കെ ആഘോഷിക്കുന്നവരും ഒരു നോണ് ഉണ്ടാവും സദ്യയുടെ കൂടെ സൈഡിലായിട്ട്. ഇല്ല, ഇന്ന് വരുന്ന സമയത്ത് അപ്പൊ വന്നിട്ട് ഫുഡ് കഴിക്കാട്ടോ എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞ വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അതെ വെജ് വേണ്ട കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോൺ പ്രിയനാ? കാരണം എനിക്ക് താല്പര്യം. ഞാൻ ഏറ്റവും ജീവിതത്തിൽ ബുദ്ധിമുട്ടായ സമയം മാളികപ്പുറത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ്. അന്നേരം എന്റെ യൂണിറ്റ് ഉൾപ്പെടെ എല്ലാവരും വെജായിരുന്നു. അപ്പൊ എന്റെ ടീമിലുണ്ടാകുന്നവരൊക്കെ പറയാറുണ്ട്, ചേട്ടൻ ഈ ചതി നമ്മളോട് ചെയ്യണ്ടായിരുന്നു. ഒന്നാമത് മലയുടെ മേളിലാണ് ഷൂട്ട്, ഇത്രയും ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. ആ കിട്ട ആശ്വാസം ഈ പ്രൊഡക്ഷനിൽ കിട്ടുന്ന 1-2 ചിക്കൻ പീസാണ്, അതും ഇല്ലാതെയാക്കി തന്നേരുന്നു. ഓക്കെ, ഇനി സദ്യ ഇഷ്ടമില്ലാത്ത ഒരാളോട് ചോദിക്കട്ടെ, സദ്യയിൽ എത്ര കൂട്ടം കറികളുണ്ട്? 16 കൂട്ടമാണ് ബേസിക് ആയിട്ട്. 21 കൂട്ടം. അത്രയൊക്കെ ആറന്മുള വള്ളംകളി പോയാൽ ഈ 21 കൂട്ടം സദ്യ അതിൽ കൂടുതൽ വരും. അല്ല, ഞങ്ങൾക്ക് ഒരുമിച്ചല്ലേ ക്വസ്റ്റ്യൻ, ഉത്തരം അറിയില്ല. ഒന്നെങ്കിലും ഏട്ടൻ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാ. 16 കൂട്ടം കറി ആണോ? ഒന്ന് പറയോ പേര്? എലിശ്ശേരി, പുളിശ്ശേരി. ഞാൻ എണ്ണ എടുക്കും, പറഞ്ഞോളൂ. പുളിഞ്ചി, അച്ചാറ്, പപ്പടം. അച്ചാറ് തന്നെ 2 തരം ഉണ്ട്, നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്. അത് ഒന്നായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ. അതെങ്ങനെ? അച്ചാർ എന്ന് പറയുന്നത് ഒരു വിഭവ. ഓണസദ്യയിൽ 2 അച്ചാറ് വരും, മാങ്ങച്ചാറ് വരും. ഞാൻ രണ്ടായിട്ട് കൂട്ടണം, കാരണം പുളിയിഞ്ചി അങ്ങനെ ഇത് തൊട്ട് കൂട്ടാനായിട്ട് പറയുന്ന ഐറ്റംസ് അല്ലേ. ഇത് പുളിയിഞ്ചി ആയി, പിന്നെ അച്ചാറായി, പിന്നെ എന്താ പറഞ്ഞേ? അച്ചാറ് 2 തരം, അതായത് മാങ്ങച്ചാറ് 3 ഐറ്റം ഉള്ളൂ. അച്ചാറ്, പുളിയിഞ്ചി, എലിശ്ശേരി, പുളിശ്ശേരി, എലിശ്ശേരി, പുളിശ്ശേരി 5 ഐറ്റംസ്. പരിപ്പ് നെയ്യും. പരിപ്പ് നെയ്യ് ഒന്നല്ലേ? പിന്നെ സാമ്പാറ്, കൂട്ടുകറി, അവിയല്, കാബേജ് തോരൻ, കിച്ചടി, പച്ചടി, കാബേജ് തോരൻ, ഉപ്പേരി, തോരൻ, ചോറ്. ചോറൊരു ഈ ഇല ഒരു വിഭവ, അതറിയുവോ? അതെങ്ങനെ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഇല ഒരു വിഭവമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം ഇനി എനിക്ക് ഒന്നുകൂടി താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. ഉപ്പ് മറ്റേ ഉപ്പേരി ഉണ്ടല്ലോ, ശർക്കര വരട്ടി. അതെ, വറുത്തപ്പേരി, ശർക്കര ഉപ്പേരി. പിന്നെ ഈ കരിമ്പിന്റെ തണ്ട് സദ്യയിൽ വരുന്ന ഒരു സാധനമാണ്, ചെറിയ അതുണ്ട്. പിങ്ക് കളർ ഒരു കറി, അത് പച്ചടിയുടെ വേറെ
വേറൊരു നമ്മളവിടെ വൈറ്റ് പച്ചടി, ഇവിടെ ഓലൻ പച്ചടി. ഓലൻ ഓലൻ, കാളൻ. എത്ര കൂട്ടാത്? അല്ല ഞാൻ അത് പറയാം, കൊറേ ഉണ്ടല്ലോ ആക്ച്വലി. അല്ല 16 എന്ന് പറഞ്ഞിട്ടേ നമ്മൾ എണ്ണി ഇപ്പൊ 22 ഒക്കെ ആയി. അല്ല ലിസ്റ്റ് പറയുമ്പോ അങ്ങനെ അതാ പറയാ 21 കൂട്ടം ഉണ്ട്. ഈ ആറന്മുള വെള്ളംകളി പായസം, പായസത്തിലേക്ക് അത് കറി എങ്ങനെയാ ഞങ്ങള് വിഭവമാണോ? ഓക്കെ ഓക്കെ. പായസം ആണെങ്കിലും തന്നെ ഒരു ഇപ്പോഴത്തെ ഓണസദ്യയില് ഈ പറഞ്ഞ പാലട തന്നെ പലതരം ഉണ്ട്. ശർക്കര പായസം, ഷുഗർ കട്ടാണ് പാലട പ്രഥമൻ, ചക്കപ്രഥമൻ എന്ന് പറഞ്ഞിട്ട് പുതിയ സാധനം വന്നിട്ടുണ്ട്. അപ്പൊ പഴയതല്ലേ ചക്കപ്രഥമനൊക്കെ? ഏത് കാലുണ്ട് ആയിരിക്കാം, പക്ഷെ വീണ്ടും ട്രെൻഡിലേക്ക് ചക്കപ്രഥമനൊക്കെ നമ്മൾ പണ്ടേ കഴിക്കുന്ന വരളി, ചക്കവരളി ചെയ്തിട്ട് അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അത് പ്രഥമനൊക്കെ. നമ്മള് ഗ്ലാസ്സിലാണ് കഴിക്കാറ്. സോറി. ഓക്കെ, നമ്മൾ എവിടേക്കൊക്കെയോ പോകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്തൊക്കെ പറഞ്ഞാലും പാരഗണിലെ ബിരിയാണി, അതാണ് എന്റെ ഓണം. വരൂ, ഓണത്തിന് കോഴിക്കോടേക്ക്. അടുത്തത്, ഓണം ഉത്സവവുമായി ബന്ധപ്പെട്ട ദേവൻ ആരാണ്? ഒരു ദേവനെയാണല്ലോ ഓണമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. മഹാവിഷ്ണു, വാമനൻ. വിഷ്ണു 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 എന്ന് മാത്രമേ ഇതിന് അല്ല മഹാ ആഡ് ചെയ്തില്ലേ? അങ്ങനെ വിഷ്ണു. അതെ അതെ, ഒന്ന് റെസ്പെക്ട് ചെയ്തതാണ്, നല്ലതാ. മഹാവിഷ്ണു. ഓക്കെ, പേര് ആയതുകൊണ്ടാണോ അത്ര കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞത്? ആദ്യം പറയാം, ഇടയ്ക്ക് ഇതുപോലത്തെ ഇങ്ങനെ ഐതിഹ്യങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വിഷ്ണു ചേട്ടൻ ഇങ്ങനെ ഓരോ കഴിഞ്ഞ പ്രാവശ്യം വിഷുവിനൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വരും. അപ്പൊ നമ്മൾ ബ്ലാങ്ക് ആയി പോകും. പിന്നെ നമ്മൾ വിചാരിക്കും അയ്യോ നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലേ എന്ന് വിചാരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന്റെ സമയത്ത് വന്നിട്ട് ചോദിച്ചു കൃഷ്ണനും വിഷുവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞിട്ട്. എന്താ ബന്ധം? എന്താ ബന്ധം? നമുക്ക് വെറൈറ്റി മീഡിയയുടെ വിഷൂസ് പ്രോഗ്രാമിൽ പറയാം. ഇനി അടുത്തത് ജിസ്നേന്റെ അടുത്തുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി പുലിക്കളി നടത്തുന്ന ഒരു പ്രശസ്തമായ ജില്ല ഏതാണ്? തൃശ്ശൂർ. തൃശ്ശൂർ ഗഡിയാണ്. ഇവനെന്ത് ചോദ്യം എനിക്ക് വരെ അറിയാം. ഈ അതിന് കുമ്മാട്ടിക്കളി എന്നല്ല പറയാ, ഈ നിങ്ങളുടെ പുലികളിക്ക് അതറിയില്ലല്ലേ? അതെ 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 അതെ.